പൊഴുതന അദ്ദേഹം പഞ്ചായത്ത് അംഗമാണ്. നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബാബു, ഇപ്പം എവിടെയാണുള്ളത് ബാബു? ഞാനിപ്പോ ഈ 2018 ഉരുൾപൊട്ടിയ പ്രദേശം സേട്ടുകുന്ന് മേൽമുറിഞ്ഞ പ്രദേശത്താണ് ഇപ്പൊ ഉള്ളത്. അവിടെ ഈ ശബ്ദം കേട്ടിരുന്നോ ബാബു? ഇവിടെ വലിയൊരു ഇടി മുഴക്കമുള്ള ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോ 2018 ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലോ മറ്റു പ്രദേശങ്ങളിലോ ഒന്നും മണ്ണിടിച്ചിലോ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അവിടുത്തെ ആളുകൾ പിന്നെ തൊട്ടടുത്ത പഞ്ചായത്ത് ഉൾപ്പെടില്ല. വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് പ്രാദേശികമായിട്ട് ആളുകൾ പറയുന്നത്. ബാബു, ഇടിവെട്ടി ശബ്ദം പോലെയാണോ ബാബുവിന് ഫീൽ ചെയ്തത്? അതെ അതെ അതെ, വലിയൊരു ഇടിമുഴക്കമുള്ള ശബ്ദം പോലെയാണ് കേട്ടത്. ബാബു നിന്ന സ്ഥലം ഇളകിയിരുന്നോ? ഇല്ലല്ല, ഞാൻ പൊഴുതന ടൗൺ പഞ്ചായത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇളകില്ല. പക്ഷെ ഈ പറയുന്ന പ്രദേശത്ത് സേട്ടുകുന്നുള്ള പറയുന്ന പ്രദേശത്ത് ചെറിയ ചലനം ഉണ്ടായിട്ടുണ്ട് ആളുകൾ ഞങ്ങളിപ്പോ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. വീടിന്റെ മുകളിലുള്ള പാത്രം നിലത്ത് വീണിട്ടുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള ചലനം വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ചലനം വന്നിട്ടുണ്ട്. അതെ 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 അതെ. ഇവിടെ ഫയർഫോഴ്സിന്റെ ആളുകൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊരു പ്രാദേശികമായിട്ടൊരു അന്വേഷണം നടത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആളുകൾ പറയുന്നത് ഇത് ശബ്ദം എന്താണെന്നുള്ള വ്യക്തമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടണം, അറിയണം എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഈ സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു അല്ലേ? അതന്നെ, അത് നമ്മൾ നമ്മൾ കളക്ടറേറ്റിന് ഓർഡർ വന്നിരുന്നു. നമ്മളിങ്ങനെ അടുത്തുള്ള ഈ പ്രദേശത്തുള്ള രണ്ട് വിദ്യാലയങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ 2 കുട്ടികളെയും കൂടി 2 വിദ്യാലയ. രണ്ടാമത്തെ സ്കൂൾ ഏതാണ് ബാബു? 2 സ്കൂളുകളാണ് വിട്ടത്. വലിയപാറ. അതെ അതെ, വലിയപാറ LP സ്കൂള്. അതെ അതെ, GLP സ്കൂളും പിന്നെ കുറിച്ചമല GLP സ്കൂൾ. അതെ, കുറിച്ചമല. ശരി, അത് വിട്ടത്. പിന്നെ തൊഴിലുറപ്പ് പ്രതി നിർത്തി വെച്ചിട്ടുണ്ട്. ആ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഈ പ്രദേശത്ത് നിന്നൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാറാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ ഈ ആളുകളെ മാറ്റുന്നത് ആലോചിക്കുന്നുണ്ടോ ബാബു? അത് അങ്ങനെ എന്തെങ്കിലും മാറ്റുന്ന നോക്കുന്ന എന്റെ മുകളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ മാറ്റുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യും. ആവശ്യമെന്നുണ്ടെങ്കിൽ മാറ്റുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാബു അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോ അവരെന്താണ് പറയുന്നത്? അവര് പറയുന്നത് വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ഉരുൾപൊട്ടിയ 2018 അനുഭവങ്ങളൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. ഉരുൾപൊട്ടിയ ശബ്ദവും മറ്റ് ഇടിപൊട്ടുന്ന ശബ്ദം പോലെയാണ് കേട്ടിട്ടുള്ളത്. ഉരുൾപൊട്ടുന്ന രീതിയിലുള്ള ശബ്ദമല്ല അവർ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് വലിയ രീതിയിൽ ആശങ്ക. പക്ഷെ അവർ പറയുന്നത് ഒരു ആവശ്യമാണ്, ഇത് എന്താണ് നടന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പഠനം അവർ നടത്തി അതിന്റെ റിപ്പോർട്ട് തരണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ പുതിയ വിവരം വരുന്നത് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, നെന്മേനി ഈ പറയുന്ന ഭാഗങ്ങളിൽ മാത്രമല്ല, വയനാടിന്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതെ അതെ, അമ്പലം തൊട്ടടുത്തുള്ള പൊഴുതന ഗ്രാമപഞ്ചായത്തിന് തൊട്ടടുത്തുള്ള പഞ്ചായത്തായിട്ടുള്ള തരിയോട് പഞ്ചായത്ത് ഉൾപ്പെടെ വെങ്ങപ്പള്ളി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള